എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ശ്രീ ജയചന്ദ്രൻ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു സെമിനാറിൽ പ്രസംഗിക്കുകയായിരുന്നു. ആ സെമിനാറിന്റെ അദ്ദേഹം പ്രസംഗിക്കുന്ന വിഷയം തലക്കെട്ടിങ്ങനെയായിരുന്നു: ജനാധിപത്യത്തിന്റെയും ഫെഡറലിസത്തിന്റെയും ഭാവി. ഇതേക്കുറിച്ചാണ് അദ്ദേഹം ഇന്ന് പ്രസംഗിച്ചത്. കേരളത്തിൽ അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ, മനുഷ്യത്വ വിരുദ്ധമായ കാര്യങ്ങൾ തന്റെ വകുപ്പിന് കീഴിലുള്ള ഉദ്യോഗസ്ഥർ ചെയ്യുന്നതിനെ പറ്റി ഈ ജനാധിപത്യത്തെ കുറിച്ചുള്ള പ്രസംഗത്തിൽ എവിടെയും മുഖ്യമന്ത്രി പരാമർശിച്ചതായി പോലും കാണുന്നില്ല. ഇനി പാർട്ടി ഈ സംഭവങ്ങളൊന്നും അറിഞ്ഞതായി പോലും നടിക്കുന്നില്ല. ഞങ്ങളൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല, ഞങ്ങൾ ബധിരനും മൂകനുമാണ് എന്ന് മാത്രമല്ല, ഇന്നലെയും ഇന്നുമൊക്കെയായി CPIM പൊളിറ്റ് ബ്യൂറോയുടെ പ്രസ്താവനകൾ വന്നിട്ടുണ്ട്. അതിലൊന്ന്, പലസ്തീനിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ ധനമന്ത്രി ഇന്ത്യയിൽ സന്ദർശനം നടത്തിയതിനെ വിമർശിച്ചുള്ളതാണ്. മറ്റൊന്ന്, നേപ്പാൾ കലാപത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ടുള്ളതാണ്. എന്റെ ചോദ്യം, മനുഷ്യാവകാശങ്ങൾക്കും പൗരാവകാശങ്ങൾക്കും വേണ്ടിയാണ് ഈ പാർട്ടി നിലനിൽക്കുന്നതെങ്കിൽ സ്വന്തം നാട്ടിൽ, അവർ ഭരിക്കുന്ന നാട്ടിൽ നടക്കുന്ന മനുഷ്യാവകാശ ധ്വംസനങ്ങളെ കുറിച്ച് മൗനം പാലിച്ചിട്ട് പലസ്തീന്റെ മനുഷ്യാവകാശങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് എന്ത് പ്രഹസനമാണ് ശ്രീ ജയചന്ദ്രൻ? ഈ കഴിഞ്ഞ ഒരാഴ്ചയായി പുറത്തു വന്ന വിഷയങ്ങൾ, ഈ പ്രശ്നങ്ങളൊന്നും ഒരു സംശയവുമില്ലാതെ തന്നെ പറയാം നടപടിയെടുക്കപ്പെടേണ്ടതാണ്. ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് തന്നെ ഇത്തരം കാര്യങ്ങളെ നേരിടണം. രണ്ടാമത്തെ കാര്യം, ഈ വിഷയങ്ങൾ മൊത്തം എടുത്ത് നോക്കൂ. ഇപ്പോൾ ജ്യോതികുമാർ പറഞ്ഞല്ലോ കാര്യങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുള്ളത്. പക്ഷേ നമ്മൾ കാണുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് കൊണ്ടല്ല ഈ കേസുകളൊന്നും സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് പ്രത്യേകം കാണേണ്ട ഒരു വിഷയമാണ്. ഈ ഉദ്യോഗസ്ഥരുടെ തന്നിഷ്ടം, തോന്നിവാസം, ധിക്കാരം, അതിക്രമം, ഈ കാര്യങ്ങളാണ് നടക്കുന്നത്. ഇതിനെ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് തന്നെ നേരിടണം. അത് അക്കാര്യത്തിൽ ഒരു ഉദ്യോഗസ്ഥരുടെ തന്നിഷ്ടം, തോന്നിവാസം നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം അതിന് മുകളിൽ അവരെ ഭരിക്കുന്നവരെ ഭയമില്ല എന്നുള്ളത് കൊണ്ടാണ്. ആഭ്യന്തര വകുപ്പിനെയോ ആഭ്യന്തര മന്ത്രിയെയോ അവർക്ക് പുല്ലുവിലയാണ് എന്നുള്ളത് കൊണ്ടാണ് തോന്നിവാസവും തന്റെ ഇടവും ഒക്കെ കാണിക്കാൻ പറ്റുന്നത്. ശ്രീ ജയചന്ദ്രൻ നോക്കൂ, ഇപ്പോ കേരളത്തിലെ ചില പോലീസ് ഓഫീസർമാർ, ഈ ആരോപണ വിധേയരായ, ജനങ്ങളുടെ മുഖത്ത് പെപ്പർ സ്പ്രേ അടിച്ചെന്ന് വരെ ആരോപണ വിധേയരായ പോലീസുകാർ ഇപ്പൊ ചെയ്യുന്നത് എന്താണെന്ന് താങ്കൾക്കറിയുമോ? സിനിമാ ഡയലോഗുകൾ, അതായത് പോലീസ് ഓഫീസർമാരുടെ വേഷത്തിൽ ഹീറോകൾ വന്നിട്ടുള്ള സിനിമാ ഡയലോഗുകൾ എടുത്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇടുകയാണ്. ഓരോരുത്തരും ആക്ഷൻ ഹീറോ ബിജു ആണ് എന്ന മട്ടിലാണ് സമൂഹ മാധ്യമങ്ങളോട് പോസ്റ്റ് ഇട്ട് മുഖ്യമന്ത്രിക്ക് നേരെ നോക്കി പല്ലളിക്കുന്നത്. എന്നിട്ടും മുഖ്യമന്ത്രി മിണ്ടാതിരിക്കുകയാണ്. അദ്ദേഹം എങ്ങനെയാണ് കഴിവുറ്റ മുഖ്യമന്ത്രി എന്ന് പറയുക? അദ്ദേഹത്തെ പോലെ ഇത്രയും ദുർബലനായ ഒരു ആഭ്യന്തരമന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇവൻ ശരിയല്ല. അവനല്ല ശരിയല്ലാത്തത്, നീയാ. അല്ല, അതൊക്കെ എന്ത് തരത്തിലുള്ള നിരീക്ഷണം അല്ലെങ്കിൽ കാഴ്ചപ്പാടാണ് താങ്കളുടെ എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും പേടി ആഭ്യന്തര വകുപ്പിനെ കുറിച്ചോ ആഭ്യന്തര മന്ത്രിയെ കുറിച്ചോ ഉണ്ടെങ്കിൽ ജനം ഇത്രയും അജിറ്റേറ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ മമ്മൂട്ടിയുടെയും അല്ലെങ്കിൽ മറ്റേതെങ്കിലും നടന്റെയും ഒക്കെ പോലീസ് കഥാപാത്രത്തെ എടുത്തിട്ടിട്ട് ഞങ്ങൾക്ക് സൗകര്യമുള്ളത് ചെയ്യും എന്ന് ജനത്തെ വെല്ലുവിളിക്കാൻ ഈ ഓഫീസർമാർക്ക് എങ്ങനെയാണ് ധൈര്യം ഉണ്ടാവുക? ശ്രീ ജയചന്ദ്രൻ, അല്ല, ഞാൻ പറഞ്ഞില്ല, അങ്ങനെ കാടടച്ച് വെടിവെക്കുമ്പോൾ ഈ കേരളത്തിൽ ഇതാദ്യമായിട്ടാണ്, കഴിഞ്ഞ 10 വർഷക്കാലമായിട്ടാണ് പോലീസിന്റെ അതിക്രമങ്ങൾ ഉണ്ടാവുന്നതെന്ന് പ്രേക്ഷകർ തെറ്റിദ്ധരിക്കും. അങ്ങനെയൊന്നും അല്ല ചരിത്രം. കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പുണ്ടായത് തിരുത്താനാണല്ലോ സർ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ ജനങ്ങൾ അധികാരത്തിലേക്കിയത്. അതല്ലെന്നേ, അങ്ങനെ ആരും പറയുന്നില്ലല്ലോ. ഈ താങ്കൾ ചോദിച്ചോ എന്താണ് മറുപടി എന്ന് ചോദിച്ചല്ലോ. താരതമ്യത്തിന് പ്രസക്തിയേ ഇല്ല ശ്രീ ജയചന്ദ്രൻ, താരതമ്യത്തിന് ഇവിടെ പ്രസക്തിയേ ഇല്ല. ഇവിടെ ചോദ്യം, കുത്തൊഴുക്ക് പോലെ ജനങ്ങൾ നോക്കൂ, സ്ത്രീകളും വയോധികരും അടക്കമുള്ളവർ, ഗർഭിണികളടക്കമുള്ളവർ വന്ന് കണ്ണീരോടെ കഥ പറയുമ്പോൾ ഇതിവിടെ അനുവദിക്കില്ല എന്ന് പറയാനുള്ള ആർജവമെങ്കിലും ഉള്ള മുഖ്യമന്ത്രി സംസ്ഥാനത്തുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഒരു കാര്യം നിഷ മറക്കരുത്, പിന്നെ ഇവിടെ പോലീസ് ആക്ട് ഭേദഗതി വന്നു. അന്ന് പിന്നെ ആവശ്യമായ ഭേദഗതിയൊക്കെ വരുത്തിയിട്ട് അന്ന് ഇന്നത്തെ പ്രതിപക്ഷ നേതാവൊക്കെ എത്ര മനോഹരമായിട്ടാണ് അവരുടെ വാദഗതികൾ സെലക്ട് കമ്മിറ്റി അവതരിപ്പിച്ചതെന്ന് പിന്നെ ഒന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. ഗംഭീരമായി തിരുവനന്തപുരം ഞാൻ ചോദിച്ചത് ഇതൊന്നുമല്ല. ഞാൻ ചോദിക്കുന്നത് ജനങ്ങളുടെ മേൽ പോലീസ് കുതിര കയറുന്നുണ്ടെങ്കിൽ അത് ഇവിടെ അനുവദിക്കില്ല എന്ന് ജനങ്ങളോട് പറയാൻ ആർജവമുള്ളൊരു മുഖ്യമന്ത്രി ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? അദ്ദേഹം എന്തിനാണ് ഇങ്ങനെ ഒളിച്ചോടുന്നത് ജനങ്ങളിൽ നിന്ന് എന്നാണ് ഞാൻ ചോദിക്കുന്നത്.
ഒരു ഭേദഗതിയെ കുറിച്ചോ ചരിത്രത്തെ കുറിച്ചോ അല്ല, വർത്തമാനത്തിലേക്ക് വരൂ ദയവ് ചെയ്ത്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും അടക്കമുള്ളവർ ഇത്രയും കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾ കേരളത്തിൽ തുടർച്ചയായി നടന്നിട്ടും പ്രതികരിക്കാത്തത്? ഇതൊരു നടക്ക് പോണ മാതിരില്ല. ഞാൻ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രിയെ സംബന്ധിച്ചോളം ഈ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ കാര്യത്തിൽ പുറത്തു വന്നപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായി കേരളത്തിൽ പുറത്തു വരുന്ന പോലീസ് അതിക്രമങ്ങളുടെ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ ആദ്യം നടപടി ഉണ്ടായത് കുന്നംകുളം കേസിലാണ്. രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് സസ്പെൻഷൻ വരുന്നത്. ആ സസ്പെൻഷൻ കൊണ്ട് തീരുകയല്ല. എന്തെങ്കിലും ഒരു അഭിപ്രായം ചോദിച്ചാൽ താൻ തന്റെ വായ തോന്നിയ അഭിപ്രായം പറയാ. നടപടികളൊക്കെ അവിടെ നടക്കട്ടെ, ഇനി സമയമെടുക്കുമെന്ന് തന്നെ ഇരിക്കട്ടെ. അപ്പോഴും മാധ്യമങ്ങൾ പുറത്തുവിടുന്ന ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പോലീസുകാർക്ക് ഒരു മുന്നറിയിപ്പായി ഇതിവിടെ അനുവദിക്കില്ല എന്ന് പറയാൻ ഈ മുഖ്യമന്ത്രിക്ക് എന്താണ് ഭയമെന്നാണ്. പടച്ചവനെ തീവണ്ടിക്കാണല്ലോ തല വെച്ചത്. കാരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു പ്രശ്നം ഒരു ഡോക്ടർ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഈ ആരോഗ്യ മേഖലയെ ആകെ അവഹേളിക്കുന്നു എന്ന് പറഞ്ഞ ആളാണല്ലോ മുഖ്യമന്ത്രി. അങ്ങനെ പോലും ഈ പോലീസുകാരുടെ നടപടി കൊണ്ട് ആഭ്യന്തര വകുപ്പ് അവഹേളിക്കപ്പെടുന്നു എന്ന് പോലും അദ്ദേഹം പറയാത്തത് ഒന്നെങ്കിൽ ജനങ്ങളോടുള്ള വെല്ലുവിളിയും പരിഹാസവുമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇവരെ ഭയമാണ്. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. അല്ല, താങ്കൾ അങ്ങനെ ധരിച്ചുള്ളൂ. അതിന് മറുപടി ഇത്രയേ ഉള്ളൂ. അതിന് അക്കാര്യത്തിൽ ഉരുക്കുമുഷ്ടിയോടെ തന്നെ നേരിടണം എന്നുള്ളതാണ് ആഭ്യന്തര വകുപ്പിന്റെയും മുഖ്യമന്ത്രി അടങ്ങുന്ന സർക്കാർ സംവിധാനത്തിന്റെയും നിലപാടും തീരുമാനവും. ആ തീരുമാനമാണ് നടപ്പായിരിക്കുന്നത്. അതിന്റെ തുടക്കമാണ് അവിടെ കണ്ടത്, കുന്നംകുളത്ത് കണ്ടു. യാതൊരു മാറ്റവും ഉണ്ടാവില്ല. ആ ഉരുക്കുമുഷ്ടിയോടെ തന്നെ ഇത്തരം കേസുകൾ നേരിടുക. ഏതാണ്? അതെ, 2 ഇൻക്രിമെന്റ് കട്ട് ചെയ്യുന്നതും വീടിനടുത്തേക്ക് സ്ഥലം മാറ്റം കൊടുക്കുന്നതുമാണ് ഉരുക്കുമുഷ്ടി എന്ന് താങ്കൾ പറയുന്നുണ്ടെങ്കിൽ എനിക്കതിൽ ഒന്നും പറയാനില്ല ശ്രീ ജയചന്ദ്രൻ. ഞാൻ പറഞ്ഞ സാഹചര്യമാണ്. അല്ലല്ലല്ല, താങ്കൾ പറഞ്ഞ ഉരുക്കുമുഷ്ടി എന്ന് പറയുന്നത് എന്താണ് സാർ? ഉരുക്കുമുഷ്ടി എന്ന് പറയുന്നത് എന്താണ് സാർ? ഇത് 2016 ഈ ദൃശ്യങ്ങൾ ഇവർക്ക് അറിയാവുന്നതാണ്, മേലുദ്യോഗസ്ഥർക്ക് അറിയാവുന്നതാണ്. ആ താങ്കൾ പറഞ്ഞ ഉരുക്കുമുഷ്ടി സർക്കാരിന്റെ നയം അതാണെങ്കിൽ സർക്കാർ ചെയ്തത് 2 ഇൻക്രിമെന്റ് കട്ട് ചെയ്യുകയും സ്ഥലം മാറ്റം കൊടുക്കുകയാണ് സാർ ചെയ്തത്. അതാണ് ഉരുക്കുമുഷ്ടി. അതിനപ്പുറത്തേക്ക് ഒരു മുഷ്ടിയും ഈ CCTV ദൃശ്യങ്ങൾ വിവരാവകാശ നിയമത്തിന്റെ ബലത്തിൽ പുറത്തു വരുന്നവരെ കേരളം കണ്ടിട്ടില്ല ശ്രീ ജയചന്ദ്രൻ. അതുകൊണ്ട് ഉരുക്കുമുഷ്ടിയെ കുറിച്ച് താങ്കൾ ദയവ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് ഈ ആ സംഭവത്തിന്റെ പുതിയ നടപടികളാണ് ഉരുക്കുമുഷ്ടിയോടെ നേരിടുന്നതിന്റെ ഭാഗമായിട്ടാണ് 4 പേരെ സസ്പെൻഡ് ചെയ്ത് തുടർ നടപടി ഉണ്ടാവും. അത് ഡ്യൂ പ്രോസസ്സാണ്. അത് ബാക്കിയുള്ള കേസുകളിൽ അത് തന്നെ ഉണ്ടാവും. കേൾക്കാൻ മധുബാബു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ ഡിവൈഎസ്പി ഇപ്പോഴും യൂണിഫോം ഇട്ട് വിലസുന്ന ആലപ്പുഴയിൽ പോയിട്ട് പോലും ജനാധിപത്യത്തെ പറ്റി പ്രസംഗിക്കുന്ന മുഖ്യമന്ത്രിക്ക് ജനാധിപത്യ വിരുദ്ധമായ ഇത്തരം സമീപനങ്ങൾ സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ വെച്ച് പൊറുപ്പിക്കില്ല എന്ന് ജനങ്ങളോട് പറയാനുള്ള ആർജവുമില്ല എന്നുള്ളതാണ് പ്രശ്നം. ഞാൻ പറയുന്നത് നടപടിയാണ് മറുപടി. ആ നടപടിയാണ് 4 പേരെ സസ്പെൻഡ് ചെയ്തത്. അതിന് ബാക്കി കാര്യങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടറെ കുറിച്ച് പറയേണ്ട കാര്യമുണ്ടായിരുന്നു. അദ്ദേഹം ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങളൊക്കെ തിരുത്തിയാൽ പോരായിരുന്നോ? ആരോഗ്യ മേഖലയെ അപമാനിച്ചു എന്ന് പറയണമായിരുന്നോ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അപ്പൊ പറയേണ്ട സ്ഥലത്ത് പറയും, പറയാൻ ബുദ്ധിമുട്ടുള്ളിടത്ത് പറയില്ല. മേലുദ്യോഗസ്ഥരടക്കം മുഖ്യമന്ത്രിയെ സഹായിക്കുന്നുവെന്ന ആക്ഷേപം പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ, വ്യക്തിപരമായി സഹായിക്കുന്നു എന്ന ആക്ഷേപം ഉന്നയിക്കുമ്പോഴാണ് അദ്ദേഹം ഇവരെ കുറിച്ചൊക്കെ മിണ്ടാതിരിക്കുന്നത്. ഈ സിസ്റ്റം ഏതായാലും ആഭ്യന്തര വകുപ്പിലെ സിസ്റ്റം ആയാലും ആരോഗ്യ വകുപ്പിലെ സിസ്റ്റം ആയാലും ഒക്കെ സിസ്റ്റത്തിന്റെ പരാജയമാണ് എന്ന് പറയാൻ മുഖ്യമന്ത്രി തയ്യാറാവണ്ടേ? അദ്ദേഹത്തിന്റെ വകുപ്പല്ലാത്ത മറ്റൊരു വകുപ്പിനെ കുറിച്ച് ഒരു ഡോക്ടർ പറഞ്ഞപ്പോൾ അദ്ദേഹം പരസ്യമായി ഇത് പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന്റെ വകുപ്പിനെ കുറിച്ച് പറയുമ്പോൾ മിണ്ടാത്തത് എന്താണ്? എന്തോ ഞാൻ അതിന് തന്നാരും വിളിച്ചു തന്നെയല്ലേ താൻ കേൾക്കണത് എങ്ങനെയാ? ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്താ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.